ഹെഡ്ലൈറ്റ് ഡ്രൈവ് കൂടെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആവും. റിമൂവ് ആയിട്ട് സ്വിച്ച് ചെയ്ത് പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ടെക്റ്റായിട്ട് എടുത്താൽ ഇത് പോകണം. ഇപ്പുറത്ത് ഡി എന്ന് പറയുന്ന ഡ്രൈവ്, എൻ എന്ന് പറയുന്ന ന്യൂട്രൽ, ആ റിവേഴ്സും ടെക്റ്റാ കൊണ്ടല്ലേ കിട്ടുന്നത്. ഇതിപ്പോൾ ഇത് രണ്ട് വർക്കൗട്ട് അതിന് വർക്കൗട്ട്. പിന്നെ ഇത് ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 20 കിലോമീറ്റർ ആണ് കിട്ടുന്നത്. നിങ്ങൾ വീട്ടിൽ ചെന്ന് പോകും. ആദ്യം ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ നിലയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് എഫ് അങ്ങനെ 85% ചാർജ് ഉണ്ട്. ഇങ്ങനെ തോന്നുന്ന ഓടോന്നാണ് 3 കിലോമീറ്റർ ഫുള്ള് നില വണ്ടി ഓടിയേക്കുന്നത് 3 കിലോമീറ്ററാണ്. അതാണ് ട്രിപ്പ് വരും. ട്രിപ്പ് ആകുമ്പോൾ റീസെറ്റ് ആണെങ്കിൽ എമ്മിനകത്ത് തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്നത് ട്രിപ്പ് റീസെറ്റ് ചാർജ് എങ്ങനെ അറിയുന്നത്? ഇത് 85 ഫുള്ളാകുമ്പോൾ 100 ആണ്. പിന്നെ നമ്മളിപ്പോൾ കൊണ്ട് ചെന്ന് കുത്തിയല്ലോ ഇടണം. ട്രിപ്പ് കാണുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്ത് കുത്തി കിട്ടാറ്. എത്ര കിലോമീറ്റർ വരെ കിട്ടും? കിലോമീറ്റർ ഓൺബോർഡ് കസ്റ്റമേഴ്സിൻ്റെ ഒരു 90-100-നകത്ത് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ പെയ്യെ പോവുക, നല്ല റോഡൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടിക്കുന്ന ഒരു ദിവസത്തിട്ടൊക്കെ പിന്നെ 100-110 അങ്ങോട്ടൊക്കെ കയറുന്ന കാണുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന 85% ചാർജ് 88 കിലോമീറ്റർ ഓടുന്ന മേളിൽ കാണുന്നത് റേഞ്ച്. ഇപ്പോൾ അന്ന് ഒറ്റയ്ക്ക് പോകാന്നുണ്ടെങ്കിൽ ഒരു 35-40 ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ ഇപ്പം 88 കിട്ടും, അല്ലെങ്കിൽ 90 കിട്ടും. ബാക്കി ഒരു ലോഡ് കൊണ്ട് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 88 കിട്ടത്തിൽ അത് കുറേ കൂടുതൽ. ഈ റേഞ്ച് ആണെങ്കിൽ നമ്മൾ കൈ കൊടുക്കുന്നതിന് റേഞ്ച് ഏകദേശം കൊണ്ടുപോയി ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ അങ്ങനെ പോകുമ്പോൾ ഒരു 10 കുറഞ്ഞിട്ടാണ് കാണിക്കും. പിന്നെ ഈ ഓഫായിട്ട് ഓണാകുമ്പോൾ കറക്റ്റ് റെഡി ചെയ്യാൻ കാണിക്കത്തില്ല. റണ്ണിങ് ചാർജ് നോക്കി കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ബെറ്റർ. ഇത് മാറി റേഞ്ച് അങ്ങോട്ട് ഇങ്ങോട്ട് എത്ര ഇതുവരെ ഓടാം? ഒരു 25-20 താഴോട്ട് കൊണ്ടുവരാൻ നോക്കിയത് മാക്സിമം. അത് വല്ലപ്പോഴും അതില്ല, റോട്ടിലേക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. കണ്ടിന്യൂസ്ലി ഒരു 20-25 താഴോട്ട് ആക്കായിരുന്നതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഡ്രൈവ് ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡ് ഇടുക, ഡ്രൈവ് ആയി. ഇപ്പോൾ ഞാൻ ടെക്റ്റാക്ക് ഉണ്ടാകുമ്പോൾ ഡ്രൈവ് എപ്പോൾ ഒന്നും നമുക്ക് കിടക്കില്ല. ടെക്റ്റാക്കിൽ കട്ടാകുമ്പോൾ ഡ്രൈവ് മാത്രമാണ് എപ്പോൾ ഒന്നും കിട്ടില്ല. ചെയ്യാണെങ്കിൽ ടെക്റ്റാക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് വണ്ടി 49-50 വരെ പോകാൻ പറ്റുള്ളൂ. ആ സ്പീഡ് വരെ പോകത്തുള്ളൂ. സ്പീഡ് ലോക്കലായി എപ്പോൾ ഒന്നും. അതുപോലെ ചെയ്യുമ്പോൾ സ്പോർട്സ് മോഡാണ്. അപ്പോൾ മൊത്തം 69 കിലോമീറ്റർ വരെ പോകാൻ പറ്റും. അത് റേഞ്ച് ഏകദേശം ഒന്നാണ്. സ്പോർട്സ് മോഡായപ്പോൾ 86, ഇപ്പോൾ മോഡായപ്പോൾ 88 കാണിക്കുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് വരും. ഇപ്പോൾ ടെക്റ്റാക്ക് എടുക്കാത്തതുകൊണ്ട് നമ്മൾ വീട് എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ ഉണ്ട്. അത് മാറിക്കും. പിന്നെ അഥവാ ഇവിടെ ഡ്രൈവ് മാത്രം എടുത്തിട്ട് ടോപ്പിൽ 69 വരെ പോകാൻ നമ്മൾ താക്കോൽ ഓണാക്കി ഡ്രൈവ് അടിച്ച് ഇപ്പം ഡ്രൈവ് ജസ്റ്റ് നമ്മൾ സ്റ്റാൻഡ് എടുക്കുക, ന്യൂട്രൽ താക്കോൽ ഓണാക്കുക, സ്റ്റാൻഡ് എടുക്കുക, ഈ ബ്രേക്ക് പിടിക്കുക, ഇടിക്കാത്ത സിഗ്നൽ പ്രസ് ഒന്നും പ്രസ് ചെയ്താൽ ഡ്രൈവ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വണ്ടി പോകണം. അതാണ് ബ്രേക്ക് പിടിച്ചിട്ട് ഡ്രൈവ് ആവത്തില്ല. ബ്രേക്ക് പിടിച്ചിട്ട് ഡ്രൈവ് ആവത്തില്ല. ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് ഈ ആക്സിലേറ്റർ കട്ടാവുമെങ്കിൽ ഡ്രൈവ് ആവത്തില്ല. ആക്സിലേറ്റർ നോർമലായിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ ആവത്തില്ല. ഇത് നോർമൽ വെച്ചാൽ ആവത്തില്ല. സ്റ്റാൻഡ് എടുക്കണം, ബ്രേക്ക് പിടിക്കണം, ഈ ആക്സിലേറ്റർ കൊടുക്കുക, അതിൻ്റെ ഇടിക്കത്തേക്കും നിർത്തും. അതുകൊണ്ട് ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ ഡ്രൈവ് ആവത്തുള്ളൂ. ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കും. ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് ന്യൂട്രൽ മാറിയുള്ള ഡ്രൈവ് എന്നാണ് ഈ മഞ്ഞ ഡീനയുടെ ഡ്രൈവ് എന്ന് അടിച്ചേക്കുന്നത്. അതേ കണക്ക് എപ്പോൾ നോക്കണ്ട എപ്പോഴൊക്കെ അതൊക്കെ കട്ടായി പോകുന്നുണ്ട്. നമുക്ക് ചെയ്തുകൂടെ? പിന്നെ എപ്പോഴും ചെയ്താലും എത്ര രൂപ? 3000. പിന്നെ സീരിയസ് ഇൻഷുറൻസ് ബാക്ക് ബ്രേക്കിംഗ് നോട്ട് ചെയ്യുന്നു. ബാക്ക് ബ്രേക്കായി ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചൊന്ന് ഓട്ടിക്കുമല്ലോ, അങ്ങനെ ഓട്ടിക്കുന്നു. എന്ന് വെച്ചാൽ വണ്ടി ചെറുതായിട്ട് ബ്രേക്ക് പിടിക്കുന്ന ബ്രേക്ക് ലൈറ്റ് ആക്റ്റീവ് ആവും. ബ്രേക്ക് കിട്ടത്തില്ല, പക്ഷേ സെൻസറും ഉണ്ട്, കേബിളും ഉണ്ട്. മോട്ടർ കട്ട് ഓഫ് പോകും, പിന്നെ വന്ന് എക്സ്ട്രാ പവറോ, പിന്നെ വണ്ടി ഒരു പിടുത്തം പിടിച്ചായിരിക്കും പോകും. കട്ട് ഓഫ് ആയി കട്ട് ഓഫ് ആയി ഓണായിട്ട് ഫ്രണ്ടോട്ട് നമുക്ക് പിടിച്ചിരിക്കും, പിടിച്ചിരിക്കും. അങ്ങനെ ആക്സിലേറ്റർ പെട്രോൾ വണ്ടി കൊടുക്കുന്നത് ഇങ്ങനെ വിട്ടും പിടിച്ച് മുടിക്കില്ല. പിന്നെ പ്രോട്ടീനില്ല റീജനറേഷൻ വർക്ക് ചെയ്യാനിരിക്കുന്നത്. പക്ഷേ കാട്ടിലൂടെ തിരിച്ച് ചാർജ് ചെയ്യണം. നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങാൻ ബ്രേക്കിങ്ങിൻ്റെ ആവശ്യമില്ല വലുതായിട്ട്. ഈ ആക്സിലേറ്റർ റിട്ടേൺ ഇട്ട് നോർമൽ പൊസിഷൻ ആകുമ്പോഴത്തേന് ഒരു ബ്രേക്കിംഗ് പോലെ ബാക്കിയുള്ള പുറമൊക്കെ കാണിക്കുന്നില്ല. റീജനറേഷനാണ്. അങ്ങനെ ഒരു പിടുത്തം കാണും, ഓട്ടോമാറ്റിക് വണ്ടി ഒരു പിടുത്തം കാണും. നമ്മൾ ഓൺ റോഡ് ഓട്ടിക്കുമ്പോൾ അത്യാവശ്യം കൈ കൊടുത്ത് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് സഡനായിട്ട് ഈ ആക്സിലേറ്റർ കൊണ്ട് റിട്ടേൺ വണ്ടി പിടുത്തം പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ്. എന്നുവെച്ചാൽ നോർമൽ ബൈക്കൊക്കെ ഓട്ടിരുന്നെങ്കിൽ എഞ്ചിൻ ബ്രേക്ക് ചെയ്യുന്ന സഡനായിട്ട് പിടിക്കുന്ന ഒരു ഫീൽ വരും നമുക്ക്. പക്ഷേ ഈ വണ്ടിക്ക് വെയിറ്റ് കുറവോ മറ്റേ കൂടിയ മോഡലിനൊക്കെ വെയിറ്റ് മാറുന്ന അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായത് വണ്ടി വെള്ളം നമുക്ക് അത് എഫക്റ്റ് ചെയ്യും. അതായത് വലിയ ഇത് പേടിക്കാനായിട്ടൊന്നും നമ്മൾ വണ്ടി 2 ദിവസം ഓട്ടിക്കുമ്പോൾ കറക്റ്റ്. എന്ന് വെച്ചാൽ ആക്സിലേറ്ററിനകത്ത് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാൻ ആക്സിലേറ്ററിനകത്ത്
നമ്മൾ വെയ്യ കുറഞ്ഞ സ്പീഡ് വരും. ആക്സിഡൻറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് സ്പീഡ് നല്ല രീതിയിൽ കുറഞ്ഞു വരും. എന്നുവെച്ചാൽ പെട്രോൾ വണ്ടിയേക്കാളും പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞു ആക്സിഡൻറ്റ് കുറയ്ക്കുന്നതനുസരിച്ച്. പെട്രോൾ വണ്ടിയേക്കാൾ ആക്സിഡൻറ്റ് കൊണ്ട് പറഞ്ഞാൽ ഇത്ര വീടിൻ്റെ എന്തെങ്കിലുണ്ടേക്കുന്നത് ഇത് ഫുള്ളൊക്കെ സാധാരണ കുറച്ച് വണ്ടി പിടിച്ചിരിക്കുന്നത് സഡനായിട്ട് കുറയ്ക്കാമോ? കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബാക്കി വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ റിസ്ക് എന്ന് വെച്ചാൽ വണ്ടി നല്ലൊരു പിടുത്തം പിടിക്കുന്നു. ആ പിടുത്തം പിടിച്ച 2 സെക്കൻഡ് ചെറിയ 2 സെക്കൻഡ് ഡിലേ ആണ് ആക്സിഡൻറ്റ് റെസ്പോണ്ട് ചെയ്യാൻ പിന്നെ സെൻസറാകുന്നത്. ആ ഒരു ഇതുണ്ട്. വെച്ചാൽ ഫുള്ളങ്ങ് കൂടാതെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്കിംഗ് ആവുന്നത് പെയ്യേക്കും. ഒന്ന് സഡൻ ബ്രേക്കിന് എന്നിട്ട് ഇതിൻ്റെ ബ്രേക്കൊക്കെ മാറാൻ വെച്ചാൽ 17,000-20,000 വാഷ് ചെയ്യുന്നതിന് വാഷ് ചെയ്യുന്ന കുഴപ്പമില്ല. 10 പാറയെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് അടിക്കുകയായിരുന്നു ബാക്കിൽ നല്ല ബോഡി എടുത്തതിന് കുഴപ്പമൊന്നും. എന്നിട്ട് മൊബൈൽ ചാർജിങ്ങിൻ്റെ മൊബൈൽ ചാർജ് ഇവിടെ അത് സാധാരണ അത് കുത്തിയിട്ട് കുത്തി ഇവിടെ നിട്ടിരുന്നത് വേറെ അതിന് ഓണിങ് ഒന്നുമില്ല. പിന്നെ വണ്ടി ഓണായിരിക്കണമെന്നുണ്ട്. പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്ത് നമ്മൾ അകത്തോട്ട് ഇവിടെ വണ്ടി കുത്തിയിടുന്നത് ഇത് ജസ്റ്റ് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് ലോക്കാക്കിയത്. പിന്നെ ഇത് നോർമൽ പ്ലഗ് കുത്താൻ പറ്റുന്ന മോഡലാണെങ്കിൽ പവർ പ്ലഗ് കുത്തുന്നതിന് ഇപ്പോഴും വണ്ടിക്ക് നല്ലത്. പിന്നെ ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 0 to 100 6 മണിക്കൂറാണ് പറയുന്നത്. വണ്ടി ഒരു 20-ന് താഴെ നമ്മൾ കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുണ്ടെങ്കിൽ അത്ര സമയം വേണ്ട. പിന്നെ ചാർജ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിട്ട് കിടക്കുന്ന 100 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കട്ടാവും. പക്ഷേ കണ്ടിന്യൂസ്ലി ഒരുപാട് മണിക്കൂർ അങ്ങനെ എന്നും അങ്ങനെ ഇട്ടിരുന്നതിന് ബാറ്ററിക്ക് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പം വരും. ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. എല്ലാവരും പറഞ്ഞു എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് കുത്തിടാൻ നേരം ചാവി ഓണാകും. ചാവി കിടന്നതിനും ചാർജ് ചെയ്യും. ഒരു 50 നമ്മൾ ഈ ചാർജിനിടുന്ന സമയത്ത് ചാവിയുടെ ആവശ്യമുണ്ടോ? ചാവിയുടെ ആവശ്യമില്ല. ഇല്ല, ചാവി ഓണാക്കുകയും ചെയ്യും. ചാവി ഊരിയിട്ടില്ല. ചാവി ഓണാക്കിയിട്ടൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. കയറത്തില്ല. ഓക്കെ. എന്നാൽ ഓഫായിട്ടിരിക്കുക നല്ല ചാവി ഇട്ടാലും കുഴപ്പമില്ല. ഒരു 50 സെക്കൻഡ് കഴിയുമ്പോൾ ഡിസ്പ്ലേ ഓണായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നതിൻ്റെ കാണിക്കും. കാണിക്കുമ്പോൾ ഒരു മിനിറ്റ് അകത്ത് വെച്ച് തന്നെ ഡിസ്പ്ലേ അടച്ചിട്ട് ഒരു പച്ച ലൈറ്റ് ബ്ലിക്ക് മാത്രമേ കത്തത്തുള്ളൂ. ഇടയ്ക്ക് ചാർജ് ആകാൻ നോക്കണമെന്ന് ഈ എണ്ണ നോക്കുന്നത് ന്യൂട്രലിൻ്റെ എണ്ണ ഞെക്കിയാൽ മാത്രമേ ഡിസ്പ്ലേ ഓണായി ചാർജ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ താക്കോലിട്ട് ഓണാക്കിയാൽ എന്ത് ചെയ്താലും റെസ്പോണ്ട് ചെയ്യത്തില്ല. വണ്ടി താക്കോൽ ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി ഓണാവത്തില്ല. ചാർജ് കിട്ടപ്പോയിട്ട് എടുക്കത്തുള്ളൂ. ചാർജ് എടുത്ത് ഓണാക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് ഓഫാക്കിയിട്ടൊന്ന് ചാർജ് ഓണാക്കി നോക്കി താഴെ കാണിക്കും എത്ര ശതമാനം നമുക്ക് നോക്കാൻ പറ്റും. അത് നോക്കി ചിലപ്പോൾ ഓടോമീറ്ററോ വല്ല കാര്യം കിടക്കുന്ന എമ്മിനാന്ന് നോക്കിയിട്ട് നമ്മൾ നോക്കിയാൽ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ചാർജർ ഊരാതെ ശ്രദ്ധിച്ചാൽ ഈ ലോക്ക് ഉണ്ട്. ഈ ലോക്കിനകത്ത് പിടിച്ച് വെച്ച് കൊടുക്കാം. ഈ ലോക്കിൽ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ച് ടൈറ്റ് ആയിരിക്കും. ഈ ലോക്ക് അടിയിൽ പോയി ലോക്കാകുന്നത്. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചാർജറിന് വാറൻറ്റിയൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് വാറൻറ്റി ഉള്ളതാണ്. എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഇങ്ങനെ കുട്ടിക്ക് ഡാമേജ് അത് 7,500 സംതിങ് വിലയുണ്ട്. പരീക്ഷമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വാറൻറ്റി. ഇത് എത്ര നാൾ വാറൻറ്റി ഉണ്ട്? വണ്ടിയുടെ നല്ല വാറൻറ്റി. ഇതാണെങ്കിൽ ജസ്റ്റ് ഇവിടെ പിടിച്ചാൽ ചാർജറിട്ട് മറ്റേ വണ്ടിയിലോട്ട് ലഗേജ് ഒക്കെ അതൊന്നും കുഴപ്പമൊന്നും. വെയിറ്റ് ഓവർ ആകുന്നതനുസരിച്ച് നല്ല വെയിറ്റ് ഓവർ ആകുന്നതനുസരിച്ച് റേഞ്ചിനെ ബാധിക്കുന്നു. കിട്ടുന്ന കിലോമീറ്റർ കുറയുന്നു. എന്ന് വെച്ചാൽ ഒരു നോർമൽ സാധനമോ വീട്ടിലേക്ക് സാധനമാണെന്ന് വലിയ കുഴപ്പമില്ല. അതിൽ കൂടുതലുള്ള വെയിറ്റൊക്കെ നമുക്ക് റേഞ്ചിനെ ബാധിക്കാതെ വേറെ നോർമൽ വണ്ടി ഉപയോഗിക്കുന്ന നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഹാൻഡിൽ ലോക്ക് ആക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് ഇഷ്ടമായിരുന്നു. ഹാൻഡിൽ ലോക്ക് ആകും വെയിറ്റ് കുറയുന്ന അങ്ങോട്ട് ഈ ഹാൻഡിൽ ലോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഹാൻഡിൽ ലോക്ക് അടിക്കുന്നത്. ഹാൻഡിൽ ലോക്ക് അടിക്കാൻ നേരം അകത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് കൊണ്ടുണ്ടാക്കിയത്. പിന്നെ സീറ്റ് അടിക്കുന്നത് നോർമലി വണ്ടി ഓണാകും. 13 രൂപ. ഈ സീറ്റ് ഓണാകുമ്പോൾ നോർമലി വണ്ടി ഓണാകും. ഇല്ല ടയർ ഓണാക്കി മനസ്സിലായോ? മറ്റേ വണ്ടികളൊക്കെ ഉണ്ട്. ഈ ഓട്ടിക്കുന്നത് സൗണ്ട് ഇല്ല. ഈ സ്വിച്ചുകളുടെ സെൻസറിൻ്റെ കൺട്രോളിങ് ആണ്. അത് പ്രത്യേകത നമ്മളെ എപ്പോഴും വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അത് നോക്കണമെന്നുണ്ടല്ലോ. സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് നോക്കണം. അല്ല നമ്മൾ ചാർജ് ഓഫാക്കിയാൽ എന്നിവിടെ മെയിനായിട്ട് ഈ വണ്ടിയൊക്കെ വരുന്ന ന്യൂട്രാക്കണമെന്നൊക്കെ ആക്കിയാൽ ചാർജ് ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടിയുള്ള ചാർജ് വേറെ എന്ത് ചെയ്താലും വണ്ടി കാണിക്കില്ല എത്ര ശതമാനം. ഇത് മറ്റേ ഇതിൻ്റെ അത് ടെക് ബാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫോണാണ്. ജസ്റ്റ് അല്ല നോർമലി ബ്ലൂട്ടായിരിക്കും. സ്റ്റാൻഡ് എടുക്കുന്ന ഇൻഡിക്കേറ്റർ വർക്കാവാതെ ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഓഫാണ് എന്തെന്നാണ് ഓഫായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റ് കത്തുന്നതന്നെ കാണിച്ചു. ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഡ്രൈവ് മോഡ് ആകുമ്പോൾ ഹെഡ്ലൈറ്റ് ഉള്ളത് പെട്ടെന്ന്. അതായത് ഇപ്പോൾ ഡിമ്മും ബ്രേക്കും ഉപയോഗിക്കുന്നുണ്ട്. നോർമലി കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഈ ലൈറ്റ്സ് ക്ലൗസുള്ളത്
നോർമലി എങ്ങനെ നോർമൽ പറയുന്നത് നോട്ട് കിടക്കുമ്പോൾ ഈ റൗണ്ടിലേക്ക് വന്നതാണ് ലീക്കേജ് ഹൈ ആകുമ്പോൾ ടൈറ്റ് നമ്മൾ ഈ സാധാരണ ഈ റണ്ണിങ് പറ്റിയ പിന്നെ വണ്ടിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ആഴ്ച സർവീസ് 1000 കിലോമീറ്ററിൽ ഒരു മാസം ഒരു 750 ആകുമ്പോഴത്തേക്കും അത് വാണിങ്ങിൽ ഇത് കാണിച്ച് സർവീസിൻ്റെ പാടത്തോടെ കാണിക്കുന്നത് ഒരു മാസമായിട്ട് നല്ലൊരു 250 കൂടി 1000 900 കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻസർ അത് നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ച് ഇല്ല സംശയമുണ്ട് ചോദിച്ചോ